നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC സെപ്റ്റംബർ മാസം 11 നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിരിക്കണം. ബൈൻഡർ ഗ്രേഡ് 2 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ന്യൂനപക്ഷങ്ങളുടെ താൽപര്യ സംരക്ഷണം ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ ഉൾപ്പെടുന്നു? ആർട്ടിക്കിൾ 29. അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ താൽപര്യ സംരക്ഷണം ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുന്നത്? ആർട്ടിക്കിൾ 29. ആർട്ടിക്കിൾ 29ഉം 30ഉം പ്രതിപാദിക്കുന്നത് ന്യൂനപക്ഷ അവകാശമാണ്. ബാക്കി 3 ഓപ്ഷൻസിന്റെ ഓരോരോ പോയിന്റ്സ് വീതം നമുക്ക് പഠിച്ചു പോകാം. ആർട്ടിക്കിൾ 27. ആർട്ടിക്കിൾ 27 എന്താണ് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെയാണ് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 32 എന്താണ്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 21A 6നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 21A. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ന്യൂനപക്ഷങ്ങളുടെ താൽപര്യ സംരക്ഷണം ആർട്ടിക്കിൾ 29. അടുത്ത ചോദ്യം, ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പദവി നൽകുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 69ാം ഭേദഗതി. 69ാം ഭേദഗതി പ്രകാരമാണ് ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പദവി, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി NCT പദവി ലഭിച്ചത്. ബാക്കി 3 ഓപ്ഷൻസിന്റെയും ഓരോരോ പോയിന്റ്സ് വീതം പഠിക്കാം. 65ാം ഭേദഗതി. 65ാം ഭേദഗതി 1990 നടപ്പിലാക്കിയത്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. ഇതനുസരിച്ച് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 1992 നിലവിൽ വന്നു. 61ാം ഭേദഗതി എന്താണ്? സമ്മതിദാനം രേഖപ്പെടുത്താനുള്ളത്, വോട്ടിംഗ് റൈറ്റ്, സമ്മതിദാനം രേഖപ്പെടുത്താനുള്ള പ്രായം 21 നിന്നും 18 കുറച്ച ഭേദഗതിയാണ് 61ാം ഭേദഗതി. വർഷം 1989. ആ സമയത്തെ പ്രധാനമന്ത്രിയായിരുന്നത് ആരായിരുന്നു? രാജീവ് ഗാന്ധി ആയിരുന്നു. 86ാം ഭേദഗതി എന്താണ് പ്രതിപാദിക്കുന്നത്? 86ാം ഭേദഗതി 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായി വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന ഭേദഗതിയാണ് 86ാം ഭേദഗതി. 86ാം ഭേദഗതി നിലവിൽ വന്ന വർഷം 2002. അടുത്ത ചോദ്യം, ഇന്ത്യ വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയായ ദി അതർ സൈഡ് ഓഫ് സൈലൻസ്, നിശബ്ദതയുടെ മറുപുറം രചിച്ചത് ആര്? ദി അതർ സൈഡ് ഓഫ് സൈലൻസ്, ഉർവശി ഭൂട്ടാലിയ. ആരാണ്? ഉർവശി ഭൂട്ടാലിയാണ്. അപ്പോൾ ഓപ്ഷൻ എ അരുണ ആസഫ് അലി. ആരാണ് അരുണ ആസഫ് അലി? ക്വിറ്റ് ഇന്ത്യ സമര നായികയാണ് അരുണ ആസഫ് അലി. സരോജിനി നായിഡു. ഫെബ്രുവരി 13 ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നു. സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ് ഫെബ്രുവരി 13. ക്യാപ്റ്റൻ ലക്ഷ്മി. INAയുടെ വനിതാ വിഭാഗമായ ഝാൻസി റാണി റെജിമെന്റിന്റെ കേണലായി പ്രവർത്തിച്ചു ക്യാപ്റ്റൻ ലക്ഷ്മി. ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ യഥാർത്ഥ നാമം എന്താണ്? ലക്ഷ്മി സൈഗാൾ എന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ജീവിതം ഒരു സമരം ആരുടെ ആത്മകഥയാണ്? ജീവിതം ഒരു സമരം അക്കാമ ചെറിയാന്റെ ആത്മകഥയാണ്. അക്കാമ ചെറിയാൻ. അപ്പം ബാക്കി 3 ഓപ്ഷൻസിന്റെയും ഓരോരോ പോയിന്റ്സ് വീതം പഠിക്കാം. ആദ്യം അന്ന ചാണ്ടി. ശ്രീമതി എന്ന മാഗസിന്റെ സ്ഥാപക ആരാണ്? അന്ന ചാണ്ടിയാണ് ശ്രീമതി എന്ന മാഗസിന്റെ സ്ഥാപക. ലളിതാംബിക അന്തർജനം. ഗ്രാമബാലിക എന്ന നോവൽ രചിച്ചത് ആര്?
ലളിതാംബിക അന്തർജനം രചിച്ച നോവലാണ് ഗ്രാമബാലിക. കൂത്താട്ടുകുളം മേരി, കനലെരിയും കാലം എന്ന ആത്മകഥ ആരുടേതാണ്? കൂത്താട്ടുകുളം മേരിയുടേതാണ്. ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ കൂത്താട്ടുകുളം മേരിയുടെ ആത്മകഥയാണ് കനലെരിയും കാലം. അടുത്ത ചോദ്യം, കെ ദേവയാനി ഏത് സമരത്തിന്റെ സമരനായികയാണ്? കെ ദേവയാനി കരിവെള്ളൂർ സമരത്തിന്റെ സമരനായികയാണ്. കരിവെള്ളൂർ സമരം നടന്ന വർഷം 1946. അപ്പോൾ ഓപ്ഷൻ എ കയ്യൂർ സമരം. കയ്യൂർ സമരം എന്നാണ് നടന്നത്? 1941 കയ്യൂർ സമരം നടന്നത്. പുന്നപ്ര വയലാർ സമരം നടന്നത് എന്നാണ്? 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. തോൽവിറക് സമരം നടന്നത് എന്നാണ്? 1946 തോൽവിറക് സമരവും നടന്നത്. തോൽവിറക് സമര നായിക ആരാണ് എന്ന് ചോദിച്ചാൽ കാർത്യായനി അമ്മ. കാർത്യായനി അമ്മയാണ് തോൽവിറക് സമര നായിക. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കെ കേളപ്പനാണ് തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനായ സാമൂഹ്യ പരിഷ്കർത്താവ്. അപ്പോൾ AK ഗോപാലൻ. എന്റെ പൂർവകാല സ്മരണകൾ എന്ന കൃതി ആരുടേതാണ്? എന്റെ പൂർവകാല സ്മരണകൾ എന്ന കൃതി AK ഗോപാലൻ രചിച്ചതാണ്. KP കേശവമേനോൻ. പാലക്കാട് മഹാരാജാവിന്റെ ഗ്രാൻഡ് സൺ ചെറുമകനായിരുന്നു KP കേശവമേനോൻ. പാലക്കാട് മഹാരാജാവിന്റെ ഗ്രാൻഡ് സൺ ആയിരുന്നു KP കേശവമേനോൻ. CV കുഞ്ഞിരാമൻ. അഭിപ്രായം ഇരുമ്പുലക്കയല്ല എന്നത് ആരുടെ പ്രസ്താവനയാണ്? ഒപ്പീനിയൻ ഈസ് നോട്ട് ആൻ അയൺ പെസിൽ എന്നത് ആരുടെ പ്രസ്താവനയാണ്? CV കുഞ്ഞിരാമന്റെ പ്രസ്താവനയാണ്. ഓക്കെ. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ സായാഹ്ന പത്രമായ പ്രദീപത്തിന്റെ സ്ഥാപകൻ ആര്? മലയാളത്തിലെ ആദ്യത്തെ സായാഹ്ന പത്രത്തിന്റെ പേരെന്താണ്? പ്രദീപം എന്നാണ്. അതിന്റെ സ്ഥാപകനാണ് തെരുവത്ത് രാമൻ. തെരുവത്ത് രാമൻ. അടുത്ത ചോദ്യം, 65ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച സിനിമ വില്ലേജ് റോക്ക് സ്റ്റാർസ് ഏതു ഭാഷയിലുള്ള സിനിമയാണ്? വില്ലേജ് റോക്ക് സ്റ്റാർസ് ആസാമീസ് ഭാഷയിലെ സിനിമയാണ്. വില്ലേജ് റോക്ക് സ്റ്റാർസിന്റെ ഡയറക്ടർ ആരാണ്? റീമാദാസ്. റീമാദാസ് തന്നെയാണ് സംവിധായകയും നിർമ്മിച്ചതും. നിർമ്മാതാവും റീമാദാസ് തന്നെയാണ്. അടുത്ത ചോദ്യം, കാലടി അദ്വൈത ആശ്രമത്തിന്റെ സ്ഥാപകനായ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? കാലടിയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് സ്വാമി ആഗമാനന്ദൻ. ആഗമാനന്ദ സ്വാമികളാണ് കാലടിയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത്. അപ്പം ബാക്കി 3 ഓപ്ഷൻസിന്റെയും ഓരോരോ പോയിന്റ്സ് വീതം നോക്കാം. ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേരെന്താണ്? കാരാട്ട് ഗോവിന്ദ മേനോൻ. കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നതാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര്. സ്വാമി ആനന്ദ തീർത്ഥൻ. ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആര്? ജാതിനാശിനി സഭയുടെ സ്ഥാപകനാണ് സ്വാമി ആനന്ദ തീർത്ഥൻ. ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ജീവചരിത്രം എഴുതിയത് മൂർക്കോത്ത് കുമാരനാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ജീവചരിത്രം എഴുതിയത് ആരാണ്? മൂർക്കോത്ത് കുമാരനാണ്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറുകാർക്ക് ഈ മുദ്രാവാക്യം ഉയർത്തിയത്? മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ വർഷം 1891. ബാക്കി 3 ഓപ്ഷൻസിന്റെ ഓരോരോ പോയിന്റ്സ് വീതം പഠിക്കാം. ഈഴവ മെമ്മോറിയൽ വർഷം 1896. നിവർത്തന പ്രക്ഷോഭം 1932. പാലിയം സത്യാഗ്രഹം 1947. അടുത്ത ചോദ്യം, സരസകവി മൂലൂർ S പത്മനാഭ പണിക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? സരസകവി മൂലൂർ S പത്മനാഭ പണിക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇലവംതിട്ടയിലാണ്. ഇലവംതിട്ട ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. കൊടുങ്കാറ്റിന്റെ മാറ്റൊലി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? കൊടുങ്കാറ്റിന്റെ മാറ്റൊലി എന്ന കൃതി രചിച്ചത് ആരാണ്? AK ഗോപാലനാണ്. AK ഗോപാലൻ. പാമ്പാടി ജോൺ ജോസഫ് താഴെ പറയുന്ന ഏത് സംഘടനയുടെ സ്ഥാപകനാണ്? പാമ്പാടി ജോൺ ജോസഫ് ചേരമർ മഹാസഭയുടെ സ്ഥാപകനാണ്. അപ്പോൾ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ വർഷം 1909. പുലയ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളി വർഷം 1907. 1907 പുലയ മഹാസഭ അയ്യങ്കാളി. അടുത്ത ചോദ്യം,
ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്നും രാജ്യസമാചാരം പത്രം പ്രസിദ്ധീകരിച്ച വർഷം 1847. തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് രാജ്യസമാചാരം പത്രം പ്രസിദ്ധീകരിച്ചത്. വർഷം 1847. ആ വർഷം തന്നെ കേരളത്തിലെ രണ്ടാമത്തെ പത്രമായ പശ്ചിമോദയവും ഹെർമൻ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിച്ചു. അടുത്ത ചോദ്യം, ആത്മബോധോദയ സംഘത്തിന്റെ സ്ഥാപകൻ ആര്? ആത്മബോധോദയ സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? ശുഭാനന്ദ ഗുരുദേവൻ. ശുഭാനന്ദ ഗുരുദേവനാണ് ആത്മബോധോദയ സംഘത്തിന്റെ സ്ഥാപകൻ. വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ എവിടെയാണ് ജനിച്ചത്? കണ്ണൂർ ജില്ലയിലെ പാട്യം. കണ്ണൂർ ജില്ലയിലെ പാട്യത്തിലാണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത്. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എന്ന്? 1853. 1853 കണ്ണമ്മൂല, തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. സമാധിയായത് 1924 കൊല്ലം ജില്ലയിലെ പന്മന ആശ്രമത്തിൽ. അപ്പോൾ 1853 ജനിച്ചു, 1924 സമാധിയായി. പണ്ഡിറ്റ് കെ പി കറുപ്പൻ. പണ്ഡിറ്റ് കെ പി കറുപ്പൻ ജനിച്ചത് എവിടെയാണ്? ചേരാനല്ലൂർ. ചേരാനല്ലൂരിലാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ജനിച്ചത്. അടുത്ത ചോദ്യം, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങളെ തടയുന്നതിനായി കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കൈത്താങ്. കൈത്താങ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ തടയുന്നതായി. അപ്പം സ്ത്രീകളെയും കുട്ടികളെയും അതിക്രമിച്ചാൽ കൈകൊണ്ട് നല്ല താങ്ങ് കിട്ടുമെന്ന് ഓർത്താൽ മതി. കൈവല്യ ആർക്കു വേണ്ടിയുള്ള പദ്ധതിയാണ്? ഡിഫറൻറ്റ്ലി ഏബിൾഡ്, ഭിന്നശേഷിക്കാരായവർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് കൈവല്യ. അടുത്ത ചോദ്യം, പഹൽ പദ്ധതി, പഹൽ സ്കീം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാചകവാതക സബ്സിഡിയുമായി ബന്ധപ്പെട്ട സ്കീമാണ് പഹൽ സ്കീം. പാചകവാതക സബ്സിഡിയുടെ വിതരണം, പാചകവാതക സബ്സിഡിയുടെ വിതരണം പഹൽ സ്കീം, പഹൽ പദ്ധതി. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി മുദ്രാ യോജന PMMY ആരംഭിച്ച വർഷം? ഏപ്രിൽ 8, 2015. ഏപ്രിൽ 8, 2015 പ്രധാനമന്ത്രി മുദ്രാ യോജന ആരംഭിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹ സമരം താഴെ പറയുന്നവയിൽ ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം, വർഷം 1917. ഖേദ സത്യാഗ്രഹം, വർഷം 1918. ബർദോളി സത്യാഗ്രഹം, വർഷം 1928. നേതാവ് ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. അഹമ്മദാബാദ് തുണിമിൽ സമരം, വർഷം 1918. 18 ഖേദ സത്യാഗ്രഹവും അഹമ്മദാബാദ് തുണിമിൽ സമരവും നടന്നത്. ബർദോളി സത്യാഗ്രഹം 1928, ചമ്പാരൻ സത്യാഗ്രഹം 1917. അവസാനത്തെ ചോദ്യം, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ വാനമ്പാടി ആരാണ്? സരോജിനി നായിഡു. സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങളാണ് ബൈൻഡർ എക്സാമിന് ചോദിച്ച 20 GK. ബാക്കി അവരുടെ സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള ചോദ്യ പേപ്പറുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. Thank you.